ഹലോ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ നമ്മളെ വീട്ടിൽ കുറച്ച് ദിവസം മുന്നേ ഒരു കുഞ്ഞു നോമ്പറൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ പിന്നെ ചെയ്യാന്ന് വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ചെയ്യലൊക്കെ കണക്ക് തന്നെ ആവും കേട്ടോ. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നോമ്പ് തുറക്കുള്ള ടൈമിലാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് വരുമല്ലോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ വെയി വന്നാലും നേരത്തെ വന്നാലും ഒക്കെ നമ്മൾ നോമ്പ് തുറക്കണ ആ ടൈം കഴിഞ്ഞിട്ട് തന്നെ ആവും കേട്ടോ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇതാ ഇൻസ്റ്റയിൽ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിനി ഈ ഒരു ഇത് എവിടെ നിന്ന് വാങ്ങിയതാന്നുള്ളത്. ഞാനിത് ഇവിടുത്തെ ഹോംസ് നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒന്നിന് 2.5 KD ആയിട്ടുണ്ടായിനി. ഇത് പിന്നെ ഐക്യന്ന് വാങ്ങിയതാ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സെറ്റായിട്ട് തോന്നും, പക്ഷേ ഞാനിത് രണ്ട് സ്ഥലത്തു നിന്ന് വാങ്ങിയതാ. അപ്പോൾ ഇതാ അതിലെ പഞ്ചസാരയും ടീ ബാഗൊക്കെ തീർന്നിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്തുണ്ടാക്കണത് പത്തിരിയും മട്ടൻ കറി, കുഞ്ഞിപ്പത്തിരിയും ചിക്കൻ പൊരിച്ചതും പിന്നെ 2 സ്നാക്സും തരി പാൽവായ്ക്ക ഇത്ര സാധനങ്ങളെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. പത്തിരിയും കുഞ്ഞിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാനല്ലേ ഒരുപാട് ടൈം എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പരിപാടിയൊക്കെ ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പണി കഴിഞ്ഞല്ലോ. പിന്നെ പത്തിരി ഇല്ലാതെ നമുക്ക് എന്ത് നോമ്പ് തുറക്കലാണല്ലേ. ഞങ്ങളെ സൈഡിൽ നോമ്പ് തുറപ്പിക്കലൊക്കെ ഉണ്ടാവുമ്പോൾ നിർബന്ധമായിട്ട് വേണ്ട സംഗതിയാണ് കേട്ടോ പത്തിരി. അതില്ലാതെ ഒരു നോമ്പുറപ്പിക്കലും ഉണ്ടാവില്ല. ഓരോ സ്ഥലത്തും നോമ്പർപ്പിക്കലിന് ഓരോരോ സാധനങ്ങളാവൂല്ലേ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ നാട്ടിലെ നോമ്പ് കാലത്തെ രാജാവ് പത്തിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവുക അതൊന്ന് താഴെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ കുഞ്ഞിപ്പത്തിരി ചിക്കനൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു റെസിപ്പി ഞാൻ മുന്നൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടുനോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും കുഞ്ഞിപ്പത്തിരിയൊക്കെ വേവണ ആ സമയം കൊണ്ട് പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. പണിൻ്റെ തിരക്കിൽ ഇവിടെ ഒരാൾ നോമ്പെടുക്കാത്ത കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഓർമ്മ വന്നപ്പോഴാണ് സോയ്മോൻക്ക് കഞ്ഞി കൊടുക്കുന്നത്. സയമോള് പിന്നെ അടുത്തിരുന്നിട്ട് അങ്ങനെ കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ചില ടൈമിൽ നമ്മൾ ആര് കൊടുത്താലും പറ്റൂല, ഓനൊറ്റയ്ക്ക് സ്പൂൺ കൊണ്ട് അങ്ങനെ കുടിക്കണം. പിന്നെ ഇപ്പോൾ നല്ല കളീൻ്റെ തിരക്കിലേനി കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ കഞ്ഞി കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കുഞ്ഞിപ്പത്തിരിയൊക്കെ കറിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കറിയിലിടുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ആ നല്ല ചൂടുള്ള കറിയൊക്കെ എൻ്റെ കൈമേലേക്ക് ആയിട്ടുണ്ടായിനി. ആ ഒരു പത്തിരി അങ്ങനെ വികുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അങ്ങനെ പൊള്ളിയിട്ടുണ്ടായിനി. ഞാൻ വിചാരിച്ച് കൂടുതൽ പൊള്ളുമെന്നാണ്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊള്ളിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് ഈ ഒരു പൊള്ളലൊക്കെ സാധാരണയാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്ത് നെയ്യോ അല്ലെങ്കിൽ ഹണി ഉണ്ടെങ്കിൽ അത് തേച്ചിട്ടാലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പൊള്ളിയ സ്ഥലത്ത് കൂടുതൽ അങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇതാ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് ദിയമോളാണ് കേട്ടോ. ഓളിനെ അന്ന് കുറേ ഹെൽപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കറിവേപ്പിലയും ഇഞ്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതാ കുറച്ച് ചില്ലി ഗാർലിക് സോസും സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോഴേക്കിന് ഇതാ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല കാക്കിയിട്ട് റാപ്പ് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കുറച്ച് നേരം മസാല കാക്കിയിട്ട് അങ്ങനെ വെച്ചാലല്ലേ ചിക്കന് ഫ്രൈ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതാ പാൽവായ്ക്കും തരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട പഴമൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്നാക്സൊക്കെ അവസാനം ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. ഇങ്ങനത്തെ പണികളൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞാൽ പിന്നെ വലിയ പണി ഉണ്ടാവില്ലല്ലോ. പാൽവായ്ക്കും തരിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ, പക്ഷേ ഒരാളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട്.
പിന്നെ കുറച്ച് എഗ്ഗൊന്ന് ബോയിലാക്കി എടുക്കാനുണ്ടായിനി. അപ്പോൾ അതും അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനി, ചിക്കൻ ഷവർമ കുൽഫി. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, നേരത്തെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതാ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ അടുത്തത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ എഗ്ഗ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബണ്ണാണ് കേട്ടോ. എനിക്ക് ചെറിയ ബണ്ണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോൾഭാഗം കട്ട് ചെയ്തിട്ട് ഉൾഭാഗത്തുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് എല്ലാ ബണ്ണിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എഗ്ഗ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് മുഴുവനും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതാ എഗ്ഗിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ബണ്ണിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ലേ, അത് നമുക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. പക്ഷേ എൻ്റെത് കുഞ്ഞ് ബണ്ണായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവനും പൊട്ടിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഇതാ ഇതുപോലെ ചീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ചീസ് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്കാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് അങ്ങനെ ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചീസായതുകൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ അങ്ങനെ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ബണ്ണിൻ്റെ ബാക്കി ഭാഗം കൊണ്ട് തന്നെ കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതാ ഈ ചീസിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു സൈഡിൽ ജോയ്മോൻ്റെ കച്ചറിയും കരച്ചിലൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിലേക്കാണ് ഇട്ടത് വെച്ച് കൊടുക്കുന്നത്. ഇതാ ഒരു 20 മിനിറ്റാണ് ബേക്ക് ആക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ടൈമിൽ ഇവിടെ നല്ല മഴയിനി കേട്ടോ, പുറത്ത് നല്ല ക്ലൈമറ്റ് ആയിനി. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് വന്നതാ. ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ബണ്ണ് നിറച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഒരു ഓട്ടോപ്പാച്ചിൽ തന്നെ ഇനി കേട്ടോ. നോമ്പ് തുറക്കാനുള്ള ആ ഒരു ടൈം ആകുമ്പോൾ എന്തായാലും ഒരു തിരക്കാവുമല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെ നോമ്പ് തുറക്കുള്ള ടൈമിൽ. പിന്നെ മുന്തിരി ജ്യൂസും നാരങ്ങ വെള്ളം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിനത്. പക്ഷെ മുന്തിരിക്ക് അത്ര കളറില്ലാത്ത കാരണം തോന്നുന്നുണ്ട് ജ്യൂസിൻ്റെ കളർ ഇങ്ങനെ. ജ്യൂസ് കാണാൻ തന്നെ ഒരു ഭംഗിയുമില്ല. പിന്നെ കുറച്ച് ചീസിൻ്റെ സമൂസ ഉണ്ടായിനി കേട്ടോ. പിന്നെ ഇന്ന് നോമ്പ് തുറക്കാൻ വരുന്നവരാരാന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. നമ്മളെ ഫ്രണ്ടും മക്കളൊക്കെ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒരു മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ഏകദേശമൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഓര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാം ടേബിൾ മേൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ നമുക്ക് പ്ലേറ്റ് കഴുകുന്ന പണി അങ്ങനെ കുറഞ്ഞ് കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങനെ ഡിസ്പോസിബിളൊക്കെ യൂസ് ചെയ്യാനാണ് കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകി മതിയാകും. പിന്നെ ചിലവർക്ക് അങ്ങനെ ഡിസ്പോസിബിളിൽ കഴിക്കുന്നതും മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുന്നതും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറ്റുമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യണമൊക്കെ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ മട്ടൻ കറി ചെറുതായിട്ടൊന്ന് സെറ്റാക്കാനുണ്ടായിനി. അപ്പോൾ അതും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് മക്കൾക്ക് പിന്നെ ഇങ്ങനെ കൂടുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓർക്കിങ്ങനെ കളിയും ചിരിയായിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ കുഞ്ഞു നോമ്പുത്തോറ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു കുഞ്ഞു നോമ്പുത്തോറയും പിന്നെ ഇതിൽ കാണിച്ച റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.